ആരാധകരെ കണ്ട തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള കൗൺസിലർമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹകരിക്കുക. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എല്ലാവരും പരസ്പരം അത് ഒന്ന് ഓർക്കുക. നമ്മൾ പലപ്പോഴും പല കമ്മിറ്റികളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയും രാഷ്ട്രീയം കണ്ടുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സഹായമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു മനോഭാവം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അതോടൊപ്പം വാസ്തവത്തില് ഈ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി പിരിയേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ അതിൽ നിന്ന് പലരും സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലതൊക്കെ പറഞ്ഞു പോകാതിരിക്കാൻ നിവർത്തിയില്ല. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാം ഭരണപക്ഷം ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ടും 100% കറക്റ്റ് ആണ്, മറ്റുള്ളവർ പറയുന്നത് ചെയ്യുന്നതൊന്നും എല്ലാം തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മുൻകാലങ്ങളിലെ സെക്രട്ടേറിയറ്റ് നടയും നിയമസഭയും ഒക്കെ ഒന്ന് ഓർത്തുപോയാൽ നല്ലതായിരിക്കും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏത് പ്രതിപക്ഷമായാലും എല്ലാവർക്കും എല്ലാവരുടെ വാർഡിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിറവേറിയില്ല എങ്കിൽ സംസാരിക്കാനുള്ള ഒരു വേദി തന്നെയാണ് ഈ കൗൺസിൽ. അവിടെ സംസാരിച്ച് തന്നെ പോകും, സംസാരിക്കണം. അതാണ് ഏതൊരു കൗൺസിലറിന്റെയും ഉത്തരവാദിത്വം. ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അങ്ങനെ ധാരണയൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ ചുറ്റും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും, സ്വന്തം പാർട്ടിയിലുള്ള കൗൺസിലർമാർ പോലും പലപ്പോഴും അവർക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ പലതും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിപ്പോ നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. 2010-15 2020-25 ഞാൻ കൗൺസിലറായിരുന്നു. 2010-15 കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൗൺസിൽ ആയിരുന്നു. 2010-15 അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കസേര വരെ എടുത്തു മാറി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട് കൗൺസിലർമാർ തമ്മിൽ. പക്ഷേ അത് അവിടെ വെച്ച് തീരുമായിരുന്നു. ഇതിപ്പോ അങ്ങനെ അല്ലായിരുന്നു. തീർച്ചയായിട്ടും അതിന് നേരെ വിപരീതമായിട്ട് രാഷ്ട്രീയമായിട്ട് കണ്ടുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത്. പലതും നമ്മൾ കൗൺസിലിൽ പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചു കാണുമ്പോഴത്തേക്ക് മുഖം എത്രത്തോളം വീർപ്പിച്ചു വെക്കാൻ പറ്റും, പിന്നെ നമ്മൾ എന്തൊക്കെ പറയാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന കൗൺസിലായിരുന്നു. ഞാനൊരു നഗ്നസത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. വാസ്തവത്തിൽ ഈ അന്ന് 2010-15 കൗൺസിലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു വിഷമം ഉണ്ടായിരുന്നു ഇറങ്ങി പോകുന്നതിന്. കാരണം അത്രയ്ക്ക് കൂട്ടായിരുന്നു. ഇവിടെ ഓരോ ഓണപരിപാടി വരുമ്പോഴും 6-7 മണി വരെ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും. അത്രത്തോളം പ്രാക്ടീസ് ഇങ്ങനെ ഭയങ്കര ലൈവായിരുന്നു. ഇപ്പോ എന്തായിരുന്നു എന്ന് എല്ലാവരും ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ അണ്ടവാ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വാർഡിലുള്ളവർക്ക് വേണ്ടി. അതിൽ നിന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമില്ല, ഒരു ഡെപ്യൂട്ടി മേയറുമില്ല, ആരുമില്ല. നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി പെരുമാറാൻ ഇനിയെങ്കിലും വരുന്നവര് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ആയാൽ മാത്രമേ നമ്മള് ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ 100% സക്സസ് ആയി എന്ന് കേട്ടോ. ഇവര് പറയുന്ന പോലെയല്ല നമ്മൾ നിന്ന് കൊടുത്താ പിന്നെ ഇവരുടെ ഒച്ച കൊന്നു നമ്മളെ തലമെക്കും. മാറിപ്പോയില്ലേ രവി? VS മരിച്ചപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ എന്റെ വാർഡിലാണ് VS മരിച്ചത്. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആത്മാർത്ഥതയോട് ഞാനാണ്. കാരണം എന്റെ വാർഡിലെ നേതാവാണ് മരിച്ചത്. അത് ആരായാലും ഏത് വ്യക്തിയായാലും നേതാവ് തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ രാഷ്ട്രീയം കണക്കെടുക്കുക. അതുപോലെ ആയിരിക്കണം മറ്റുള്ളവരെന്ന് എന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുപോലെ ആകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുക, ഒന്നുമല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കുക. പണ്ട് നമ്മൾ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൈപ്പായിരുന്നു കേട്ടോ. 2010-15 നമ്മൾ പോകുമ്പോൾ കണ്ടില്ലെങ്കിൽ ചോദിക്കും. ഒരു 3-4 ദിവസം കണ്ടു ചോദിക്കും, എന്ത് കൗൺസിലറെ കണ്ടില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്ന് അതല്ല, ഇങ്ങനെയല്ല. വന്നില്ല, ഓ സമാധാനം, ഈ തൊല്ല വന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന അവസ്ഥയാണെന്ന്. അപ്പോ അതൊക്കെ മാറ്റുന്ന ഒരു കൗൺസിലാകട്ടെ അടുത്തത് എന്ന് എല്ലാവരോടും ഒരു അഭ്യർത്ഥന കൂടെയാണ്. ഉപ്പിട്ടൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചല്ലേ. ഈ ചോദ്യത്തിന് പകുതി ആര്യ രാജേന്ദ്രനും പകുതി പാർട്ടിക്കാരുമാണ് എന്നാണ് പറയാനുള്ളത്. ആര്യ എന്ന് പറഞ്ഞാൽ അതിന്റെ തോൽപ്പിച്ചു അല്ലേ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. ആര്യ എന്ന് പറഞ്ഞാൽ എന്റെ തൊട്ടടുത്താണ്. വീട് അയൽക്കാരനാണ്. അയൽ തൊട്ടടുത്ത വീടല്ല, ഞങ്ങൾ ഒരു വയലിന്റെ അക്കരെ.
ഞങ്ങള് വാർഡിൽ ഒരു തന്നെയാണ്. അയൽക്കാരൻ എന്ന നിലയിൽ നല്ല അയൽക്കാരിയാണോ? നല്ല വാർഡിൽ സൗഹൃദം. തന്നെയാണ് ഇവരുടെ അപ്പൊ അയൽക്കാരനോടൊന്നും ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ ഇവർക്കെതിരെ ഗായത്രി ബാബു എഴുതിയല്ലോ, ഇത് കാണുന്നവരോടൊക്കെ പുച്ഛമാണ്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ പുച്ഛിക്കാറുണ്ടോ? അതോ ഒരു ബഹുമാനമൊക്കെ തരാറുണ്ടോ? കറക്റ്റാണ് സാറേ. അത് ഞാൻ പറഞ്ഞത് പകുതി എന്ന് പറയാൻ കാരണം അതാണ്. ഒന്ന്, ഈ കൊച്ചിന് പൊതുവെ ഇച്ചിരി ആകുമ്പാവും തണ്ടുമാണ്. തൊട്ടടുത്താണെങ്കിലും ആര് ഭാവിക്കില്ല, ആകുമ്പാവും തണ്ടുമാണ് ഒന്ന്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന പേരും. 21-ാം വയസ്സിൽ എന്തോ ലോകാത്ഭുതം നടന്നതുപോലെ പുള്ളിക്കാർക്ക് ഇത് കിട്ടി. പിന്നെ അങ്ങോട്ട് ആ ലെവലിലാണ് പോയത്. ഒരു മേയറാണ്. ഒരു പാർട്ടി പറഞ്ഞതല്ലാതെ സാധാരണ ഒരു സ്ത്രീയെ പോലെ ആയിരുന്നെങ്കിൽ. ശ്രീമതി അപ്പൊ ആര്യ രാജേന്ദ്രൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അയൽക്കാർ ഇങ്ങനെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. കേൾക്കും കൊട്ട്, ഞാനുണ്ട് ഇവിടെ, ഞാൻ അടുത്തുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. തിരുവനന്തപുരം കോർപ്പറേഷത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ വലിയ തിരിച്ചടി ഉണ്ടായെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ 5 കൊല്ലമായിട്ട്, 45 കൊല്ലമായിട്ട് UDF അല്ല LDF ആണ് ഭരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണം എന്ന് വെച്ചാൽ അതൊരു ഒന്നൊന്നര ഭരണമായിരുന്നു, ഇല്ലേ? ഇന്ത്യയിലെ അല്ല ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. എന്തൊക്കെ കോമാളിത്തരങ്ങളാണ്, ഇല്ല? KSRTC ബസ്സിൽ കയറി ലേളുണ്ടാക്കി ഒരു മേയറെ തിരുവനന്തപുരത്ത് കയറി വിടണം, ഇല്ല? അങ്ങനെ പല കാഴ്ചകളും കാണാൻ കഴിഞ്ഞു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് കൂട്ടാത്ത അടുപ്പിലെ ചാരം വാരിക്കളയാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുക്കുകയും അത് വാരിക്കളയാൻ പോയ ജോലിക്കാർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് കടലാസിൽ രേഖ ഉണ്ടാക്കി തട്ടിപ്പെടുത്തുകയും ചെയ്ത ഒരു നഗരഭരണം തിരുവനന്തപുരത്തിനെ കണ്ടല്ല. ഒരു അബദ്ധം പറ്റിയതാ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇതിനെ മാറ്റണം. ഇവരെ റോക്കറ്റ് കയറ്റി ബഹിരാകാശത്തേക്ക് വിടണം, ഒന്നുകിൽ തുമ്പെ കയറ്റി വിടണം, അല്ലെങ്കിൽ വോട്ട് ചെയ്ത് തോപ്പിക്കും. ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാ ഇവിടെ നടന്നത്. ആയിക്കോട്ടെ, എടുത്തുകളെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെങ്കോട്ട തകർത്ത് BJPയുടെ പടയോട്ടം. വോട്ട് രേഖപ്പെടുത്തിയ 100-ൽ 50 വിജയിച്ച് BJP ഭരണമുറപ്പിച്ചു. പുതിയതായി വന്ന വാർഡുകളിലും BJP വിജയം സ്വന്തമാക്കി. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. അപ്പോൾ ജനങ്ങൾക്ക് ആകെയുള്ള ആയുധം എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടുവിരലാണ്. ഈ വിരൽ ഉപയോഗിച്ചിട്ടാണ് ഈ തീരുമാനം നടത്തിയത്. അല്ലാണ്ട് റഷ്യയിലോ ഫ്രാൻസിലൊക്കെ നടന്ന പോലെ രക്തരൂക്ഷിതമായൊരു വിപ്ലവം നടത്തി നമുക്ക് ഈ സർക്കാരിനെ പുറത്താക്കാൻ പറ്റില്ലോ. അപ്പോൾ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നടത്തിയ ഒരു രക്തരഹിത വിപ്ലവമാണ് ഇവിടെ കണ്ടത്. ആ വിപ്ലവത്തിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.